ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് കണക്ക് കൂട്ടിയതിനുള്ള തിരിച്ചടി കിട്ടിയിരിക്കുന്നു, തെറ്റിപ്പോയിരിക്കുന്നു എന്ന് വെച്ചാൽ അജിംസെ എം സ്വരാജ് എന്ന അയൺഡോമിനെ കൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന മിസൈലിനെ പ്രതിരോധിക്കാൻ നടത്തിയ നീക്കങ്ങൾ പാളുന്നതിന്റെ കാഴ്ചയാണിത്. അത് മാത്രമാണോ നിഷാദ്? അത് മാത്രമാണോ? സെയ്ഫ് സൈൻലാബ്ദീൻ സെയ്ഫ് ഞാൻ ചോദിക്കട്ടെ, സെയ്ഫ് സൈൻലാബ്ദീൻ മുഖ്യമന്ത്രി 3 ദിവസം തുടർച്ചയായി അവിടെ പ്രചാരണം നടത്തി. മുഖ്യമന്ത്രിയായിരുന്നു പ്രധാന പ്രചാരണ മുഖം. സ്വരാജ് കഴിഞ്ഞാൽ സ്വരാജ് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ അയൺഡോം ആയിരുന്നോ, അതല്ല പിണറായി വിജയനായിരുന്നോ മുഖം LDF-ന്റെ? എങ്കിൽ ഇത് ഭരണവിരുദ്ധ വികാരമാണ്, ഈ സർക്കാരിനെതിരായ വിധിയെഴുത്താണെന്ന് വായിക്കേണ്ടി വരില്ലേ സെയ്ഫ്? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് അൻവറിന് കിട്ടിയ വോട്ടും അതുപോലെ തന്നെ ഷൗക്കത്തിന് കിട്ടിയ വോട്ടും നോക്കുമ്പോൾ നമുക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയാതെ തരമില്ല. പക്ഷെ നമ്മൾ നേരിട്ട് ജനങ്ങളോട് കാണുമ്പോൾ ഉള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെ വ്യക്തമാക്കിയതാണ്. അവർക്ക് പരസ്യമായി അത് പറയുന്നില്ല, പക്ഷെ സൈലന്റ് ആയിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം നമ്മളിവിടെ കണ്ടു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അതാണ് ഈ ഷൗക്കത്തിന് കിട്ടിയ വോട്ടും അൻവറിന് കിട്ടിയ വോട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇവിടെ മത്സരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അല്ല, അത് എം സ്വരാജ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എം സ്വരാജിനെ മുന്നിൽ നിർത്തിയാണ് ഈ പ്രചരണം ഉടനീളം നയിച്ചത്. ഈ പ്രചരണം ഉടനീളം നയിച്ച് മുഖ്യമന്ത്രി വന്ന് 3 ദിവസം ഇവിടെ വിവിധ പരിപാടികളിൽ 7 പഞ്ചായത്തുകളിലെ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോഴും സ്വരാജിനെ മുൻനിർത്തിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഇന്ന സ്ഥാനാർത്ഥിയാണ്, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇല്ലാത്ത ഒരാളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വരാജിനെ മുൻനിർത്തി തന്നെയാണ് മുഖ്യമന്ത്രി ആ പ്രചരണത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് പോലും. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. അതൊരു സിറ്റിംഗ് മണ്ഡലം, ഇതുവരെ സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെട്ടിട്ടില്ല, ചേലക്കര അടക്കം വിജയിച്ചു കയറിയതാണ്. പക്ഷേ ഒരു സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെടുക എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടത് ക്യാമ്പിനുണ്ടാക്കുന്ന തിരിച്ചടി അത് ചെറുതാകില്ല. അത് തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള സർക്കാരിനുള്ള മുന്നറിയിപ്പായിട്ട് കൂടി നിലമ്പൂരിലെ വിധിയെഴുത്തിനെ കാണേണ്ടതുണ്ട് എന്നാണ്. അത് മാത്രമല്ലല്ലോ സെയ്ഫ്, അത് മാത്രമല്ലല്ലോ, കാരണം 3 വിഷയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച ആ വിഷയങ്ങളിൽ ഇപ്പോഴും ഒരു തീർപ്പായിട്ടില്ലല്ലോ. പോലീസ് RSS ബന്ധം, അതുപോലെ അൻവർ ഉന്നയിച്ച വന്യജീവി ആക്രമണം പോലുള്ള പ്രധാനപ്പെട്ട നീറുന്ന ജനകീയ പ്രശ്നങ്ങൾ. ഇനി മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉന്നയിക്കപ്പെട്ട UDF-നെതിരെ ഉന്നയിക്കപ്പെട്ട വർഗീയാരോപണങ്ങളുണ്ട്. അതിനെല്ലാം ഇനി മറുപടി പറയേണ്ടി വരും, സ്ട്രാറ്റജി മാറ്റേണ്ടി വരില്ല LDF-ന്? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഈ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM-നെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് തിരുത്തൽ വരുത്തേണ്ട, ഇടതുമുന്നണിക്ക് ഉണ്ടാക്കുന്ന ജനങ്ങളുടെ ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഇപ്പോ അജിംസ് സൂചിപ്പിച്ച പോലെ അൻവറുമായി ബന്ധപ്പെട്ട അൻവർ ഉയർത്തിയ RSS വൽക്കരണം, പോലീസിലെ RSS വൽക്കരണം, വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതടക്കമുള്ള അൻവർ ഉയർത്തിയ ജനകീയ പ്രശ്നങ്ങൾ, അത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ചില തിരുത്തലുകൾ വരുത്തണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കഴിയില്ല എന്ന് കേരളത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് നിലമ്പൂരിലെ ജനത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. അതും സ്വരാജിനെ പോലുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇവിടെ നിർത്തിയിട്ട് പോലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തിരുത്തലിന്റെ ഒരു മുന്നറിയിപ്പ് നിലമ്പൂരിലെ ജനത പിണറായി വിജയന് മുന്നിൽ നൽകിയിരിക്കുകയാണ്. CPM അത് ആ യോഗങ്ങൾ ചേർന്ന് വിശദമായി ചർച്ച ചെയ്ത് തിരുത്തൽ എങ്ങനെ വരുത്തണം എന്നുള്ള കാര്യം സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ, എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും CPM സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വീണ്ടും ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ഷൗക്കത്ത് 4250 വോട്ട് 13ാം റൗണ്ടിൽ നേടുമ്പോൾ സ്വരാജ് 3403, 806 വോട്ടിന്റെ ലീഡ്. നഗരസഭയിലും ലീഡ് നിലനിർത്തി ഷൗക്കത്ത്. നോക്കൂ നിഷാദ്, നഗരസഭ ഒരു ബാലികേറാമലയായിരുന്നു UDF-ന്, അവിടെയും ലീഡ് നില ഉയർത്തുന്നു 806. അപ്പോൾ 10,000 കടക്കും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന നൽകുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായി UDF-ന്റെ മഹാവിജയം മാറാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്നുകൊണ്ട് ജനങ്ങൾ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസനത്തിനപ്പുറത്തേക്ക് സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ ജനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നിലമ്പൂരിലെ സിറ്റിംഗ് സീറ്റ് LDF-ന് നഷ്ടപ്പെടുന്നതിന്റെ കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 10,000 വോട്ടിന് മേലെ പോയി ഒരു വിജയമുണ്ടാക്കാൻ കഴിഞ്ഞാൽ PV അൻവർ സതീശനെയും തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ തെരഞ്ഞെടുപ്പിൽ, ഭരണവിരുദ്ധ വികാരം ചിതറി ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിയുന്നില്ല UDF-ന്റെ മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ. UDF-ന്മേൽ പലവിധത്തിലുള്ള സമവാക്യങ്ങളെ ആരോപിച്ച ഈ തെരഞ്ഞെടുപ്പിൽ, അതിന്റെ ഗുണഫലം ഇപ്പുറത്തുണ്ടാക്കാം എന്ന് വിചാരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ, വെള്ളാപ്പള്ളി നടേശനും വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരു നാട്ടിലിതാ UDF LDF-നെതിരായിട്ടുള്ള രാഷ്ട്രീയ വിജയം നേടുന്നതിന്റെ തത്സമയ കാഴ്ച നമ്മളിപ്പോൾ കാണുകയാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള മലപ്പുറം വിവാദത്തിൽ, RSS വിധേയത്വ ആക്ഷേപത്തിൽ, പൂരം കലക്കലിൽ, ADGP-യോടുള്ള കരുതലിൽ ജനം മറിച്ചു വോട്ട് ചെയ്യുന്നതിന്റെ കാഴ്ച പിണറായി വിജയൻ പ്രധാന പ്രചാരകനായി മാറിയ മലപ്പുറത്തെ വോട്ടെടുപ്പിൽ ജനം രാഷ്ട്രീയമായ മറുപടി കൊടുക്കുകയാണ്.
പലതരത്തിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം, സമവാക്യങ്ങൾ ഉണ്ടാക്കാം, പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാമെന്ന എല്ലാ വ്യാമോഹങ്ങളെയും മറിച്ചിടുകയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ.